ദുബായിൽ നിന്നും മുംബൈയിലേക്ക് കടലിനടിയിലൂടെ ട്രെയിൻ സർവീസ് വരുന്നു. 2 മണിക്കൂർ കൊണ്ട് ദുബായിൽ നിന്നും മുംബൈയിൽ എത്തുന്ന വിധത്തിലാകും സർവീസ്. മണിക്കൂറിൽ 1000 കിലോമീറ്റർ വരെ വേഗത്തിലാകും ട്രെയിൻ ഓടുകയെന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെത്തുന്നതിനേക്കാൾ വേഗത്തിൽ ദുബായിൽ നിന്നും ട്രെയിനിൽ മുംബൈയിലെത്താം. അവിശ്വസനീയമെന്ന് ആദ്യം തോന്നാമെങ്കിലും ഇത്തരമൊരു പദ്ധതിയാണ് UAE നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ 4 മണിക്കൂറോളം പറന്നാൽ മാത്രമാണ് വിമാനത്തിൽ ദുബായിൽ നിന്നും മുംബൈയിലെത്തുന്നത്. ഇത് അണ്ടർ വാട്ടർ ട്രെയിൻ സർവീസ് 2 മണിക്കൂറായി കുറയ്ക്കും. മണിക്കൂറിൽ 600 മുതൽ 1000 കിലോമീറ്റർ വരെയാകും വേഗമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അസംസ്കൃത എണ്ണ കൂടി കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ധനവില കുറയ്ക്കാനും ഇത് സഹായിക്കും. ഇന്ത്യയിൽ നിന്നും ശുദ്ധജലം UAEയിലേക്ക് കൊണ്ടുവരാനും റെയിൽ ശൃംഖല സഹായകമാകും. കേൾക്കുമ്പോൾ എളുപ്പമെന്ന് തോന്നാമെങ്കിലും പദ്ധതിക്ക് നിരവധി വെല്ലുവിളികളുണ്ട്. കടലിനടിയിലൂടെ അതിവേഗ ട്രെയിൻ തുരങ്കം ഒരുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. പേർഷ്യൻ ഗൾഫ് വഴി അറബിക്കടൽ വഴിയാകും 2000-ഓളം കിലോമീറ്റർ നീളമുള്ള അണ്ടർ വാട്ടർ പാത. ഇത് കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ രാജ്യങ്ങളുടെ സഹകരണം, കോടിക്കണക്കിന് ഡോളറിന്റെ ചെലവ്, സുരക്ഷ എന്നിവ പ്രധാന വെല്ലുവിളിയാണ്. സാധ്യതാ പഠനവും ശാസ്ത്രീയ പരിശോധനകളും ആദ്യം പൂർത്തിയാക്കും. പദ്ധതിക്ക് ഇരു രാജ്യങ്ങളുടെയും അനുമതി ലഭിച്ചാൽ നിർമ്മാണം പൂർത്തിയാക്കി 2030-ൽ തന്നെ സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് UAE നാഷണൽ അഡ്വൈസർ ബ്യൂറോയുടെ പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, ദുബായ്.